സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് ഒരു മനുഷ്യനായി മാറിയ വ്യക്തി. എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ആദ്യത്തേതും അവസാനത്തേതുമായ മനുഷ്യൻ. ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ആലോചിക്കായിരുന്നു, ഒരു മനുഷ്യനാകാൻ വേണ്ടി ബിഗ് ബോസ് ഹൗസിൽ പോകുന്നതിനേക്കാൾ ഇയാൾക്ക് ബെറ്റർ അല്ല പള്ളിയിലോ അമ്പലത്തിലൊക്കെ പോക്കൂടെ? അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമല്ലേ? ഇതാകുമ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ചെല്ലണം, അവര് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കണം, കിട്ടിയാ കിട്ടി, പിന്നെ അവര് പറയുന്ന പോലെ ഓടണം, പിന്നെ സീക്രട്ട് ഏജന്റിന്റെ ഡാൻസ് ഒക്കെ നമ്മൾ കണ്ടില്ലായിരുന്നു. എന്തൊരു അവസ്ഥയാണ്. പക്ഷെ ആ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ ഈ വീഡിയോ, വളരെ സീരിയസ് ആണ് കേട്ടോ. അപ്പോ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ഇത് കേട്ട് നിങ്ങൾക്ക് വയ്യാന്നായി, എന്നാലും നിങ്ങൾ എല്ലാവരും സബ്ബ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പ്ലീസ് സബ്ബ് ചെയ്യുന്നേ. അതുപോലെ തന്നെ ലൈക്ക്, കമന്റ്, ആ നോട്ടിഫിക്കേഷൻ ബട്ടണില്ലേ അതും കൂടി ഒന്ന് ഞെക്കി പൊടിക്കാം. നമ്മുടെ സായി കൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാട്ടോ. ജിൻഡോ ബ്രോനെ നമുക്ക് ഹോട്ട്സ്റ്റാറിലെ പോളിങ്ങിലൊന്നും ഇപ്പൊ കാണാനില്ല. അപ്പൊ നമുക്കറിയാം കാര്യങ്ങൾ അത്രയ്ക്കും രസകരമായ ഒരു സ്ഥിതിയിലൊന്നുമല്ല. അപ്പൊ എല്ലാവരും മേക്ക് ഷുവർ ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സൈഡ് ക്ലീൻ ആക്കുക, വോട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് സീക്രട്ട് ഏജന്റിനെ കുറിച്ച് സംസാരിക്കാം. സായി കൃഷ്ണനെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഞാൻ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിൽ പോയി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. കാരണം സീക്രട്ട് ഏജന്റിനെ കുറിച്ച് കുറെ ട്രോളുകൾ വന്നു തുടങ്ങി. ഇയാൾ എന്താ ആ വാഴക്കൂട്ടത്തിൽ ഒരു വാഴയായി മാറിയോ? അങ്ങനെ പല ഡൗട്ടുകളും പറഞ്ഞ് പല ട്രോൾസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ട് പറഞ്ഞായിരുന്നു. നമുക്കറിയാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ കാര്യങ്ങളെ ഹരിച്ച് ഗുണിച്ച് അല്ലെങ്കിൽ പറയണെങ്കിൽ കീറി മുറിച്ച് ഒരു റിവ്യൂ ചെയ്യുന്ന പേഴ്സൺ സീക്രട്ട് ഏജന്റേ ഉള്ളൂ. പറയുന്നത് കള്ളമോ ശരിയോ അത് അവിടെ മാറ്റി നിൽക്കട്ടെ. പക്ഷെ ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വെച്ച് എപ്പെട്ടെന്ന് ന്യൂസ് കിട്ടിയാലും അതിനെ മാക്സിമം കീറി മുറിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും പറയാറ്. ഓഫ് കോഴ്സ് ബിഗ് ബോസ് ഷോ നന്നായി വാച്ച് ചെയ്യുന്ന ഒരു പേഴ്സൺ, ബിഗ് ബോസ് ഷോയെ കുറിച്ച് ഡെയിലി റിവ്യൂസ് ഇടുന്ന ഒരു പേഴ്സൺ, ബിഗ് ബോസിൽ പോകുന്നതിന്റെ തലേ ദിവസം വരെ റിവ്യൂസിന്റെ ബഹളമയമായിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ആ ചാനലിൽ. ഇത്രയൊക്കെ കളി കണ്ട് ഇത്രയൊക്കെ ഗെയിമിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കി അതിലെ ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചും വളരെ സൂക്ഷ്മമായി വീക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തി പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസില് കാലെടുത്ത് വെച്ച നിമിഷത്തിൽ ഒരു മനുഷ്യനായി മാറി ഗൈസ്, മനുഷ്യനായി മാറി. വളരെ നല്ല കാര്യം കേട്ടോ. ഭയങ്കര, ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ധ്യാന കേന്ദ്രങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ നിർത്തലാക്കണം. ബിഗ് ബോസ് ഹൗസിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചാൽ നമ്മൾ മനുഷ്യനായി മാറുകയാണ് കേട്ടോ. മനുഷ്യന്മാരൊക്കെ മനുഷ്യരാകാൻ വേണ്ടിയിട്ട് പല പല അഡിക്ഷൻസും കാര്യങ്ങളൊക്കെ കാരണം മാസങ്ങളോളൊക്കെ റീഹാബിലിറ്റേഷൻ സെന്ററുകളിലും പലതരത്തിലുള്ള റിട്രീറ്റുകളും കൗൺസിലിംഗും അറ്റൻഡ് ചെയ്ത് ഇപ്പോഴും നന്നാവാത്ത മനുഷ്യന്മാരെയൊക്കെ നമുക്ക് നേരെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുചെന്ന് നമുക്ക് വേറൊരു ദിവസം നമുക്ക് അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, സീക്രട്ട് ഏജന്റ് അന്ന് ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ, അതായത് ചെന്ന വഴിക്ക് എല്ലാ കാര്യങ്ങളും ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ കുറിച്ച് ഉള്ള എല്ലാ പുറത്ത് നടക്കുന്ന വിശേഷങ്ങളും നമ്മുടെ ജാസ്മിൻ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ജാസ്മിൻ കുട്ടിക്ക് ഒരു വാർണിംഗ് കൊടുക്കുന്നു, ഒരു അഡ്വൈസ് കൊടുക്കുന്നു. അല്ലെങ്കിൽ ജാസ്മിൻ കുട്ടിയോട് പറയുന്നു, മകളെ ഈ കോംബോ അത്രയ്ക്കെന്നല്ല ആട്ടർ ഫ്ലോപ്പാണ്, നീ പെട്ടെന്ന് മാറ്റിപ്പിടിച്ചോ അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാണെന്ന് സീക്രട്ട് ഏജന്റ് ഒരു സന്ദേശം കൊടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് വാർണിംഗ് കൊടുക്കുന്നു, അഡ്വൈസ് കൊടുക്കുന്നു. ഇതൊന്നല്ലായിരുന്നു. നമ്മുടെ സീക്രട്ട് ഏജന്റ് അവിടെ ഒരു ജാസ്മിൻ ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്നു. ഇത് ഞാൻ ഇപ്പോൾ വന്നു പറയാൻ കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ജാസുമോളുടെ ഫാദർ വന്നു പറഞ്ഞായിരുന്നല്ലോ, ഞാൻ സീക്രട്ട് ഏജന്റിന്റെ അടുത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തു വിട്ടായിരുന്നു. വളരെ കൃത്യമായി അത് സീക്രട്ട് ഏജന്റ് കൊണ്ട് അവിടെ പാസ് ചെയ്തായിരുന്നു. വളരെ നല്ല കാര്യം കേട്ടോ, കൈയടിക്കുക. സീക്രട്ട് ഏജന്റ് മനുഷ്യനായി മാറിയതിന്റെ തെളിവുകളാണ് ഞാൻ പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇത്രമാത്രം ക്യാമറകളും ഇത്രമാത്രം 300 ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. ഓരോ കാര്യങ്ങളും വീക്ഷിച്ച് ഓരോ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്ത് അവരെന്തെങ്കിലും കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് വാർണിംഗ് കൊടുത്ത് ആ കാര്യങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാൻ കുറെ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ സായണ്ണൻ നമ്മുടെ ജാസുട്ടിക്ക് ഈ മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ ബിഗ് ബോസ് ഉറങ്ങായിരുന്നു കേട്ടാ. ബിഗ് ബോസിന് പണിഷ്മെന്റ് കൊടുക്കണം, നമുക്കൊരു 3 ദിവസം പാത്രം കഴിയിക്കാം. ബിഗ് ബോസ് ഉറങ്ങായിരുന്നു ഗൈസ്, ബിഗ് ബോസ് ഉറങ്ങിപ്പോയായിരുന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റ ബിഗ് ബോസ് അപ്പോഴേക്കും സായണ്ണന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ജാസ്മോളോട് പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? നമ്മുടെ ബിഗ് ബോസ് അണ്ണന് ആ കാര്യങ്ങൾ സീക്രട്ട് ഏജന്റ് ജാസ്മിനോട് പറയണമെന്ന് തന്നെയായിരുന്നു. ഇനിയിപ്പോ
ബിഗ് ബോസ് അണ്ണനും കൂടിയും ഇടപെട്ടിട്ടാണോ ഈ കാര്യങ്ങൾ നമ്മുടെ ജാസ്മോളെ നമ്മുടെ സീക്രട്ട് ഏജന്റ് വഴിയായി അറിയിച്ചത്? മേ ബി എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഒത്തുകളിയാവാനും നല്ല ചാൻസ് ഉണ്ട് അല്ലേ? കാരണം ഒരിക്കലും സീക്രട്ട് ഏജന്റ് ഈ കാര്യങ്ങൾ ജാസ്മിനോട് പറഞ്ഞു കൊടുത്തപ്പോൾ ബിഗ് ബോസ് അണ്ണൻ സ്റ്റോപ്പ് ചെയ്തില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രേക്ഷകരായ നമ്മളെ മണ്ടന്മാരാക്കിക്കൊണ്ട് സീക്രട്ട് ഏജന്റിന് ഒരു വാർണിംഗ് കൊടുക്കുന്നു. ഇനിയും ഇത് ആവർത്തിച്ചാൽ ശിക്ഷാ നടപടികൾ കടുത്തതായിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്ക്. ഇനി ഇതിൽ കൂടുതൽ ക്ലൂവും കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് ഹൗസിൽ പോയതിന്റെ പ്രൈം ആയിട്ടുള്ള ലക്ഷ്യം അവിടെ പൂർത്തീകരിച്ചു. ജാസ്മോളെ നല്ല വഴിയിൽ നടത്തുക. ഇവൻ അത് സക്സസ്ഫുൾ ആയ ഒരു മിഷൻ ആയില്ല. കാരണം ജാസ്മോൾ അങ്ങനെ ആര് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു പ്രത്യേക ടൈപ്പാണ്. ഈ പീസ് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. ഇതൊരു പ്രത്യേക പീസ് തന്നെയാണ്. അതിന് ജാഫ്രക്ക തന്നെ വരേണ്ടി വന്നു. അതിനും നമുക്ക് ഇനി ഞാൻ അത് വിവരിച്ച് നിങ്ങൾക്ക് പ്രാന്ത് പിടിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോ നമ്മുടെ സായിയുടെ ഫസ്റ്റ് ലക്ഷ്യം അവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. പിന്നെ സായി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം പരിവർത്തനമായിരുന്നു. എനിക്കറിയത്തില്ല കേട്ടോ, നമ്മളൊന്നും കാണാതെ ബിഗ് ബോസ് ഹൗസിൽ പ്രത്യേക കൗൺസിലിംഗ് സെഷൻസ്, നമ്മൾ ഈ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ടുള്ള ഉഡായ്പല്ലാതെ പ്രത്യേകം കൗൺസിലിംഗ് സെഷൻസ്, അല്ലെങ്കിൽ ഇവരെയൊക്കെ നല്ല മനുഷ്യന്മാരായി മാറ്റാനുള്ള എന്തെങ്കിലും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരും തന്നെ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആരും ബിഗ് ബോസ് ഹൗസിൽ പോയതിനു ശേഷം മനുഷ്യന്മാരായത് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന കാരണമാണ് എനിക്കൊരു അത്ഭുതം കേട്ടോ. നിങ്ങളിൽ എത്ര പേർക്ക് ഇതൊരു അത്ഭുതമായി തോന്നിയെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് അത്രയ്ക്കൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ എൻ്റെ ഒരു കൊച്ചു മനസ്സിൽ വരുന്ന ചെറിയ ചെറിയ സംശയങ്ങള്. അപ്പൊ ജാസുട്ടിക്ക് വേണ്ടി അത്യാവശ്യം ഹെൽപ്പുകളൊക്കെ ചെയ്ത സീക്രട്ട് ഏജന്റ് അതെ മനുഷ്യനതിന്റെ പേരിൽ തന്നെയാണ്. അല്ലാതെ ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടി ജാസ്മിനെ നന്നാക്കി ഈ ഗെയിമിനൊരു ഇനിയിപ്പോ സീക്രട്ട് ഏജന്റിന് എങ്ങാനും എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ ആരെങ്കിലും വെച്ച് കാണുമോ? ഒരു ഐഡിയ ഇല്ല. നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ തംബ്നെയില് നിങ്ങൾ പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോയെ തകർക്കാനായിട്ട് നല്ല ഗൂഢാലോചനകൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നുണ്ട്. അത് ഗ്രൂപ്പായിട്ടും പിന്നെ ചില ആളുകള് ഇൻഡിവിജ്വൽ ആണെന്നൊക്കെ പറയും. പക്ഷെ എവിടെ നോക്കിയാലും ഈ കൂട്ടം കൂടിയിരുന്ന്, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെന്ത് അടുപ്പ് കൂട്ടിയുള്ള ഗൂഢാലോചന. ഈ മൂന്ന് പേരൊക്കെ കുത്തിയിരുന്നുണ്ട്. നമ്മള് അത് ചില ആളുകൾ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടുകയാണെങ്കിൽ നിനക്ക് ഇത്ര ഷെയർ, എനിക്ക് ഇത്ര ഷെയർ, നീ എനിക്ക് ഇത്ര തരോ ഒക്കെ പങ്കുവെച്ച് കഴിഞ്ഞു. ഇതെല്ലാം കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ ജിൻഡോ ബ്രോ അവിടെ ചിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, അതായത് വൈൽഡ് കാർഡായി വന്ന ആളുകൾക്കും അതുപോലെ സിജോ എന്ന് പറയുന്ന വ്യക്തിക്ക് പലവട്ടം പുറത്തു പോയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം ആരാണ് ഇവിടെ ഏറ്റവും സ്ട്രോങ് ആയ ഒരു കണ്ടസ്റ്റന്റ്. ഓഫ് കോഴ്സ് അത് ജിൻഡോയാണ്. പക്ഷേ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ പർപ്പസ്ഫുള്ളി തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വക കോൺവെർസേഷൻസ്. കിട്ടില്ല എന്നറിഞ്ഞിട്ടും ഈ ഒരു അത്യാഗ്രഹം അല്ലെ, ഈ ഫസ്റ്റ് പ്രൈസ് ഞങ്ങൾക്ക് കിട്ടണം, ഞങ്ങൾ രണ്ട് പങ്കുവെച്ചെടുക്കും. എന്തൊരു എന്താ പറയാ ദിവാസ്വപ്നാണെന്ന് നോക്കിയ ഓരോ ആളുകളുടെ. ചില സമയത്ത് ഇങ്ങനെ പല ആളുകൾ ഓരോ ഡിസ്കഷൻസ് വെക്കുമ്പോൾ അത് കേൾക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസിന് അപ്പൊ അതവർക്ക് കിട്ടുന്ന ഉറപ്പായി. ഇതൊക്കെ മറ്റ് കണ്ടസ്റ്റൻസിനെ മെന്റലി തകർക്കാനുള്ള ഒരു ശ്രമമാണ്, ഒരു ശ്രമം മാത്രം. പക്ഷെ ജിൻഡോ ഭയങ്കര സ്ട്രോങ് ആയതിന്റെ പേരിൽ ഈ വക ശ്രമങ്ങളൊന്നും നടക്കാൻ ഒരു ചാൻസ് ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും ഞാൻ പറയുന്നു, ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകളും ജിൻഡോയ്ക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കണം, വോട്ട് ചെയ്യുക തന്നെ വേണം. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണെങ്കിലും നന്ദന എന്ന് പറയുന്ന പേഴ്സണെ പിടിച്ചിരുത്തി അവിടെ നിനക്ക് ഇത്ര പൈസ കിട്ടുവാണെങ്കിൽ നീ എനിക്ക് എത്ര തരും. എന്തിനാണ് ഇങ്ങനെ തീരെ ക്വാളിറ്റി ഇല്ലാത്തൊരു ഡിസ്കഷൻ ബിഗ് ബോസ് ഹൗസിൽ? ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കേട്ടാ തോന്നും ഓൺലി പ്രൈസ് മണി, അതിനു വേണ്ടി മാത്രമാണ് ചില ആളുകൾ അവിടെ പോയിരിക്കുന്നതെന്ന് തോന്നും. വളരെ മോശം. ജിൻഡോ ഒരിക്കലും അങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അതൊക്കെ തന്നെയാണ് ആ മനുഷ്യന്റെ വിജയം. ഇപ്പൊ പറയും ജിൻഡോയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ കാശുണ്ടായിരിക്കും, അയാൾക്ക് കാശിന് ആവശ്യം ഉണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെ പല ആളുകൾ പറയും. കാശ് കിട്ടിയാൽ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അപ്പൊ എടുത്തു പറഞ്ഞ് എനിക്ക് വീട് വെക്കണം, എനിക്കൊരു സ്ഥലം മേടിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഇതാണ് ആവശ്യം, ഇതൊക്കെ പറയുന്നത് ഞാൻ പറയാം എല്ലാ ആളുകൾക്കും ഒരേപോലെ പൈസയും അങ്ങനെയൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു ഗെയിം ഷോയിൽ വന്നിരുന്നുകൊണ്ട് ഇതുപോലെയുള്ള കമന്റ്സുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പുറത്തേക്ക് വിടുന്നത് ഐ തിങ്ക് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാനും ആളുകളെ തന്നിലേക്ക് അടുപ്പിക്കാനും വേണ്ടി പല കണ്ടസ്റ്റൻസും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ചീപ്പായിട്ടുള്ള പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചീപ്പ്
ഉറപ്പായിട്ടുള്ള ഓരോ കളികളായിട്ടാണ്. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ആരാണ് ബിഗ് ബോസ് സീസൺ 6ന്റെ വിന്നർ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അർഹതപ്പെട്ട ആളുകളെ, അല്ലാതെ വേറെ ഒരു എനിക്ക് ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ ഞാനൊരു നല്ല വ്യക്തിയായി മാറി, എന്നെ ഇതൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊക്കെ വെറും ഉഡായ്പ് കമന്റ്സ്, ഉഡായ്പ് സ്റ്റേറ്റ്മെന്റ്സ്, ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റിനെ വോട്ട് ചെയ്യാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോയുമായി തിരിച്ചു വരും. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ.